എല്ലാവർക്കും ഒരു ജോറ് വേറെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മള് മൂന്നാറിലുള്ള സെക്കൻഡ് ഡേ ആണ്. അപ്പൊ ഇന്നും ട്രാവൽ വീഡിയോ ഒന്നല്ല, ഇന്നും അതന്നെ ഇന്നും നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്ന റിസോർട്ടിന്റെ വിഷ്വൽസ് ഒക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക. കാണാം. അപ്പൊ നമ്മൾ പോകുന്ന റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രാൻഡ് ക്ലിഫ്. പഴയതല്ല, പുതിയ റിസോർട്ട് കേട്ടത് മാങ്കുളത്താണ് റിസോർട്ട്. അതായത് മൂന്നാറിന്ന് ഒരു 15 കിലോമീറ്റർ 16 കിലോമീറ്റർ മാറിയിട്ടാണ്. പക്ഷെ ആ റൂട്ടൊക്കെ ഭയങ്കര സീനിക്കാണ്. ഇപ്പൊ നമ്മള് ലക്ഷ്മി എസ്റ്റേറ്റിലായുള്ളത് കേട്ടോ. എങ്ങനെയുണ്ട്? അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ലക്ഷ്മി എസ്റ്റേറ്റിലാണ്. നല്ല വ്യൂ. ഇനി ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററും കൂടിയുണ്ട് റിസോർട്ടിലേക്ക്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ റിസോർട്ടിലെത്തിയിട്ട് പറയാം അല്ലേ? ബാക്കി വിശേഷങ്ങൾ റിസോർട്ടിലെത്തിയിട്ട് പറയാം കേട്ടോ. ഇതൊരു രക്ഷയില്ല. ഇതാ അപ്പർ കല്ലാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി. നേരത്തെ മാങ്കുളത്തിനെ കുറിച്ച് ഇങ്ങനെ ഓൺലൈനിലൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. മാങ്കുളമാണ് കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. അതായത് നമ്മുടെ പഞ്ചായത്തിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. എന്താണെന്നറിയോ? ആദ്യത്തെ സ്വന്തം ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പോലെ തന്നെയാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി സൗരോർജ്ജത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ട് ഏതാ? കൊച്ചി. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പൊ അതുപോലെ തന്നെ എന്ത് സീൻ നോക്കിയ വണ്ടി തിളങ്ങുന്നു. വണ്ടിയിൽ കുറച്ച് ഫോട്ടോസ് എടുക്കും. അപ്പൊ നമ്മള് ഫോട്ടോ എടുക്കുന്നില്ലേ? വണ്ടിക്ക് എടുത്തു കൊടുക്കാൻ ആരുമില്ലല്ലോ. ഓഹോ എടി ഇതുണ്ടോ? കാണിച്ചിടാവേ. അടിപൊളി. ഇതോ അടിപൊളി ഇതോ കിടില്ല. ഇനി വേറൊരു നല്ല ഫോട്ടോ കാണിച്ചിടാവേ. ഇങ്ങനെയാണ്. ഇത് മറ്റേ വെള്ളച്ചാട്ടം വരുന്ന വഴിക്ക് നമുക്കൊരു വെള്ളച്ചാട്ടം കിട്ടിയായിരുന്നു. നല്ല വെള്ളച്ചാട്ടാ. എങ്ങനെയുണ്ട് മുറി? ഞാൻ ഫുള്ള് കണ്ടില്ലേ? ഇത് സാധാരണ എല്ലാ ഹോട്ടലിലുള്ള പോലെ ഫോയർ. ലഗേജ് ഇവിടെ വെക്കുന്നു. ഇവിടെ മറ്റേ സാധനമുണ്ട്. രണ്ട് കുളിക്കുമ്പോഴുണ്ട്. കുളിക്കുമ്പോഴല്ല, കുളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും വേണമെങ്കിലും ഇടാം.
അത് കഴിഞ്ഞിട്ട് അയൺ ബോക്സും അയണിങ് ടേബിളും ഒക്കെ ഉണ്ട്. അയൺ ബോക്സും ഉണ്ട്. ഡ്രയർ ഉണ്ട്, ലോക്കർ ഉണ്ട്, ഒരു വലിയ മിറർ ഉണ്ട്. ഓക്കെ. ഇതിലും വലിയ മിറർ അപ്പുറം ഉണ്ട്. പിന്നെ ഇവിടെ വെള്ളമുണ്ട്, മറ്റേ അതുപോലത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ ചാർജബിൾ ആണ്. പിന്നെ ടി വി ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് മിനി ബാർ ഉണ്ട്. ഓക്കെ. ഇതാണ് നേരത്തെ പറഞ്ഞ വലിയ കണ്ണാടി. പിന്നെ നല്ല ബെഡ് ഉണ്ട്, അവിടെയും വെള്ളം വെച്ചിട്ടുണ്ട്, ഗ്ലാസ് ഉണ്ട്, പിന്നെ ഫോണുണ്ട്, റിമോട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ബാത്റൂം, നോക്കട്ടെ. അടിപൊളി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എല്ലാ ടോയ്ലറ്ററീസും എല്ലാം വെച്ചിട്ടുണ്ട്. ഷവർ ഏരിയ. ഓക്കെ. പിന്നെ കമോഡ് ടവൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലത്, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇനി ഈ റൂമിന്റെ ഹൈലൈറ്റ് ബാൽക്കണി. ഇതാണ് ബാൽക്കണി. ഇവിടെ ഇരുന്ന് 2 ചായയൊക്കെ കുടിച്ച് വർത്താനം വർത്താനമൊക്കെ പറഞ്ഞ് ക്രിക്കറ്റ് കാണണ്ടവർക്ക് ക്രിക്കറ്റ് കണ്ട് ഒക്കെ ഇരിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ വ്യൂ എന്ന് പറഞ്ഞ ഒരു കാടാണ്, ഏലത്തോട്ടമുണ്ട്, പ്ലാന്റേഷൻ, താഴെ ഏലം ഉണ്ട്. ഇതോ പ്ലാന്റേഷനാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? യെസ്. ഇതൊരു ഇങ്ങനെ കുറച്ചൊക്കെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഒരു ഇബിനി നിൽക്കുന്ന പോലെ. അല്ല, ഏലത്തോട്ടവും എനിക്ക് ഇബിനിയിലുള്ളിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എനിക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ 1 കിലോമീറ്റർ നടക്കണം, ഇബിനിയിലും നടക്കണം. ഇബിനിയിലുള്ള പോലെ തന്നെ ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ നടക്കണം. നമ്മൾ എങ്ങോട്ടാ പോണേ? എന്തിന്? ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു, അത് കാണണമെന്ന് വിചാരിച്ചു. പക്ഷേ മഴ, പിന്നെ അവിടുത്തെ റിക്രിയേഷൻ റൂമൊക്കെ കണ്ടിട്ട് വരാൻ വിചാരിച്ചു. ഓക്കെ, ചായ കുടിക്കണ്ടേ? നമ്മുടെ വണ്ടി വരുന്നുണ്ടോ? നമ്മുടെ വണ്ടി വന്നല്ലോ. മഴ എന്ന് വിചാരിച്ച് വണ്ടീനെ വിളിച്ചതാ. മഴ താഴെ ഇറങ്ങിയപ്പോഴേക്കും മഴ പോയി. അങ്ങനെയല്ല, നടക്കാന്ന് വിചാരിച്ചതാ വൈകുന്നേരം. പക്ഷേ ഇവിടെ ക്ലൈമറ്റ് എപ്പോൾ മാറും അറിയാം. ജിമ്മില് ഫുൾ വേർത്തിട്ട് ഇത് ഫുൾ ഇരുട്ടാവുന്ന കാരണം എന്താണെന്ന് അറിയോ? ഫുൾ ഇരുട്ടാ, ഫുള്ള് കോടമഞ്ഞും മഴയും. നല്ല ആംബിയൻസ്. നമ്മുടെ വണ്ടി ഉണ്ടോ ഇവിടെ? നാളെ ഇവര് നാച്ചുറൽ വാക്ക് ഇവര് പറഞ്ഞ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് കാറിൽ കൊണ്ടുപോകും ലക്ഷ്മി എസ്റ്റേറ്റിന്റെ ഏതൊരു പ്ലാന്റേഷൻ വരെ, എന്നിട്ട് പ്ലാന്റേഷന്റെ അകത്ത് നടക്കാം 1 മണിക്കൂർ, എന്നിട്ട് 7 മണിക്ക്. പക്ഷെ നോക്കാം. പക്ഷെ അതിപ്പോ പേര് കൊടുക്കണമെന്നല്ല പറഞ്ഞത്, അവർക്ക് കാറ് കൊണ്ടുപോകുന്നോണ്ടായിരിക്കും. ഓക്കെ, വണ്ടി അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട്. അടിപൊളിയല്ലേ? ഓ, ഇതൊന്നൊന്നര സംഭവം അല്ലേ? ഇത് നല്ല കിടുക്കൻ. അപ്പൊ ഒന്ന് എനിക്ക് ഒരു പൈന് റിക്രിയേഷൻ സെന്റർ കണ്ടില്ലേ, അതുപോലെ സോനയുണ്ട് കേട്ടോ, കോംപ്ലിമെന്ററി ആയിട്ട് വേണ്ടവർക്ക് ചെയ്യാം. ഇവിടെ സോന വേറെന്തോ ടൈപ്പാന്ന് പറഞ്ഞു. ഇനി എങ്ങോട്ടാ പോകുന്നത്? ലിഫ്റ്റ് വരുന്നുണ്ട്. റിക്രിയേഷൻ അടിപൊളി അല്ലേ? അടിപൊളി, നല്ല ജിമ്മും അടിപൊളിയാണ്. ജിമ്മും അതെ.
വൈറ്റിയാണ് ഇത്. നമ്മള് തേയിലയുടെ തുറക്കാതെ ഓപ്പൺ ബോക്സ് ആണ്. 15,000 പിന്നെ വരുമ്പോ സെക്കൻഡ് ലീഫ് വേൾഡ് ഹൈയസ്റ്റ് ടീ പ്ലാന്റ്. ഇതാണ് മറ്റേ മോഹൻലാൽ പറഞ്ഞത്. ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി ബ്ലാക്ക് ടീ വരുന്നത്. ഇത് ഓർത്തഡോക്സ് ബ്ലാക്ക് ആണ്. ഇത് ലീഫി ടീ ആണ്. ഇത് നമ്മൾ വെള്ളത്തിൽ പിന്നെ ഇല പോലെ തന്നെ ഇരിക്കും. ഇതൊക്കെ ഫ്ലേവർ ടീ ആണ്. ഗ്രീൻ ടീ വിത്ത് ജാസ്മിൻ ഫ്ലേവർ, ഗ്രീൻ ടീ വിത്ത് റോസ് ഫ്ലേവർ, ബ്ലാക്ക് ടീ വിത്ത് റോസ് ഫ്ലേവർ. ഓക്കെ, ഞങ്ങൾക്ക് ഒരു വൈറ്റ് ടീയും ഒരു കൊൽക്കുമല ടീയും കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഓക്കെ, ഇവിടെ ബ്ലാക്ക് ടീ വെച്ചിട്ടുണ്ട്. ഹൈ ടീ അങ്ങനെ സൂപ്പറാണ്. നമ്മൾ 2 ചായ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വൈറ്റ് ടീ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഒന്ന് കൊഴുക്കുമല ടീ, വേൾഡ് ഹയസ്റ്റ് ചായ എസ്റ്റേറ്റ് എന്ന് നോക്കാം. ഇതാണ് കൊഴുക്കുമല ടീ, ഇതാണ് വൈറ്റ്, ഇതാണ് സുവർണ സുദർശൻ. കാണുമോന്നറിയില്ല, മൊത്തം ഇരുട്ടാണ്, മൊത്തം മഴയാണ്. ഇവിടെ പോയാൽ കാണും. ഇതാ കണ്ടോ, കാണുന്നുണ്ടോ ലൈറ്റിൻ്റെ താഴെ വരുമ്പോൾ? എവിടെ നീ? ആ, അപ്പം നമ്മൾ റിക്രിയേഷൻ റൂമിൽ പോയി ഹൈ ടീ ഒക്കെ കഴിച്ചു. അതിനുശേഷം റൂമിലോട്ട് പോകാൻ വേണ്ടി നിന്നെ കാണുന്നില്ലടി. ആ, റൂമിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല മഴ. റൂമിലേക്ക് പോകാൻ വേണ്ടിട്ടല്ല, നമ്മൾ എന്തിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ മഴ. നമ്മൾ ആദ്യം വിചാരിച്ചു ആനക്കുളം പോവാം, ആന. അപ്പോൾ ഇന്ന് മഴ കാരണം ആന ഇതുവരെ വന്നിട്ടില്ല പോലും. പക്ഷെ നമ്മൾ പറഞ്ഞു ആന വന്നു കഴിഞ്ഞാലൊന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആന വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് പോവും. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഒരു 500 മീറ്റർ ഉണ്ട് റൂമിലേക്ക്. അത് നടക്കാമെന്ന് വിചാരിച്ചു. അവർ ബഗ്ഗിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു വേണ്ട, ഒരു നടത്താവുമല്ലോ അല്ലേ, നടന്നോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ രാവിലെ നമ്മൾ എഴുന്നേറ്റു, ഒന്ന് ഫ്രഷ് ആയി, എന്നിട്ട് എങ്ങോട്ടാ പോന്നു? മമ്മം കഴിക്കണം, എന്നിട്ട് പിന്നെ ഒന്ന് റിസോർട്ടും കാണണം. ഇന്നലെ വൈകുന്നേരം റിസോർട്ട് കാണാന്നൊക്കെ വിചാരിച്ചതാ, പക്ഷെ ഒരു മഴയായിരുന്നു. അതുകൊണ്ട് റിസോർട്ട് കാണാൻ വേണ്ടിയൊക്കെ പോയി, പക്ഷെ മഴ കാരണം ഇൻഡോർ ആക്ടിവിറ്റീസ് മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ ഔട്ട്ഡോർ ഇവിടെ കുറച്ച് അടിപൊളിയായിട്ട് ഒരു വാട്ടർഫോൾ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കേട്ടു. അതൊക്കെ ഇന്ന് പോയി കാണണം. അതിന് മുമ്പ് പോയിട്ട് ഫുഡ് അടിക്കണം, വിശക്കുന്നു. അപ്പോൾ ബാക്കി പതുക്കെ കാണാം. ശ്രദ്ധിച്ചായിരുന്നു താഴെ എൻട്രൻസിൽ നിന്ന് ഇതാ ഇവിടെ എത്തുന്നവരെ ചുമരിൽ ഇതുപോലെ ആനേനെയും കുതിരേനെയും ഒരു കുന്ന് കേറി വരുന്ന പോലെ ഇവിടെയാണ് നമ്മൾ ഇന്നലെ താമസിച്ച ഈ ബ്ലോക്കിൽ. ഇനി ഇതിലൂടെ കുറേ നടക്കണം. കുറച്ച് നടന്നാൽ മതി, ഒത്തിരിയൊന്നും ഇല്ല. പക്ഷെ ഒരു കുന്നായതുകൊണ്ട് രാവിലെ ആയതുകൊണ്ടൊക്കെ ഒരു ഇത് ഇവിടെ കുറേ വില്ല ടൈപ്പ് ഉണ്ടെന്നല്ലേ? പല കാറ്റഗറി റൂമുണ്ട്. ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അറിയില്ല. നമ്മൾ ആദ്യത്തെ എടുക്കുന്നുണ്ട് അല്ലേ? ആദ്യത്തെ എടുക്കുന്നതുകൊണ്ട് പിന്നെ ബാക്കിയുള്ളതിനെ കുറിച്ച് ശ്രദ്ധിക്കും. എനിക്ക് തോന്നുന്നു പൂൾ വില്ല ഉണ്ടാവുമായിരിക്കും. പൂൾ വില്ല ഉണ്ട്, ജാക്കൂസി ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്. ആണോ? എൻട്രൻസ് ഇതാ, അതുകൊണ്ടാ അവിടെ നിന്നാണ് നമ്മൾ വരണ്ടത്. അവിടെ നിന്ന് ഇങ്ങനെ കയറി, ഇതൊരു സ്റ്റീപ്പ് കയറ്റാടെ കയറിയാണ് അവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലം. നമ്മുടെ ബ്ലോക്കിൽ നിന്ന്
മെയിൻ ബ്ലോക്കിലേക്ക് മാമുണ്ണാൻ പോകുന്ന സമയത്ത് നടുവിലുള്ളൊരു സ്പേസ് ഇത് നല്ലൊരു ഫോട്ടോ പോയിന്റാണ്. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ബാക്കിൽ കണ്ടോ. നമുക്കിനി പതുക്കെ ഇതിലേ നടക്കാം. കമാൺ. അങ്ങനെ നമ്മൾ എത്തിപ്പോയി. ഈ ബ്ലോക്കിലും ഇതാണ് ഇവരുടെ മെയിൻ ബ്ലോക്ക്. ഈ ബ്ലോക്കിലും റൂംസ് ഉണ്ട്. ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെയാണ്. किधर हो गया? നല്ല മഴയായിരുന്നു, പകുതി വെളുത്ത് ഡ്രോപ്പ് ചെയ്തു. ഇന്ന് മഴയില്ല, അതുകൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ പോകും. നമ്മൾ വാട്ടർഫോൾസും ലക്ഷ്യമാക്കി നീങ്ങുവാണ്. കല്ലൊക്കെ ഒറിജിനൽ ആക്കിയ പോലെ ഉണ്ടല്ലേ? പക്ഷെ അവിടെ ഒരു കേവ് ഉണ്ട്. ആ കേവ് കൂടെ പോയാൽ താഴെ ഇറങ്ങാൻ പറ്റുന്ന പറഞ്ഞു. ഇന്ന് കയറി നോക്കിയാലോ? ഇപ്പൊ നമ്മള് ഈ റിസോർട്ടിന്റെ വാട്ടർഫോൾസ് ഒക്കെ കണ്ടു. എന്നിട്ട് ഇവിടെ ഒരു ടണൽ പോലെ ഉണ്ട്. ടണലിലേക്ക് പോവാം അല്ലേ? നടന്നോ? ഇത് കൂടെ നടന്ന് നമ്മൾ വിളിച്ചുള്ളൊരു സ്ഥലത്ത്. ഈ ടണൽ ഇറങ്ങി വന്നപ്പോ ഇവിടുന്ന് വാട്ടർഫാളിന്റെ ഒരു വ്യൂ ഉണ്ട്, അടിപൊളിയാ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും താഴോട്ട് പോവാം. ഓ ആന അല്ലേ? കൊള്ളാം. ഇരുമ്പൊണ്ടുണ്ടാക്കിയതാ. ഓ കൊള്ളാം അല്ലേ? നമ്മൾ ജസ്റ്റ് ഒന്ന് റിസോർട്ട് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഇറങ്ങുമ്പോൾ ഇവരുടെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ ഉണ്ട്. എവിടെയാടി? ഇപ്പുറമാ. ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ ഉണ്ട്, അടിപൊളിയായിരുന്നു. അപ്പോൾ വാട്ടർഫാളൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് ഇവരുടെ ഒരു ഗുഹയുണ്ട്, ആ ഗുഹയെ അടിപൊളിയായിരുന്നു. ഗുഹയെ കൂടെ വന്നു, വാട്ടർഫാളിൻ്റെ അടുത്ത് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ബ്രോ, വാട്ട്സ് യുവർ നെയിം? ആൽബർട്ട്. ആൽബർട്ട്. ഓ ആൽബസ്റ്റ്. ഓക്കെ. അപ്പോൾ ആൽബസ്റ്റ് ആണ് നമ്മളെ കൊണ്ടുവന്നത്. ആൽബസ്റ്റ് ഇവിടുത്തെ സ്റ്റാഫ് ആൽബസ്റ്റ് ആണ് നമ്മളെ കൊണ്ടുവന്നിട്ട് മൊത്തം കാണിച്ചു തന്നത്. നീ ഇങ്ങോട്ട് വാ. ഇവിടെ ഒരു ചേട്ടൻ വണ്ടി കഴുകുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ഇവരുടെ പ്രോപ്പർട്ടി തന്നെ ആണോ എന്ന്. അപ്പൊ പറഞ്ഞു ഈ ഡ്രൈവേഴ്സിനും സ്റ്റാഫിനൊക്കെ ഇല്ല, അക്കോമഡേഷനും ഒക്കെയാണ്. ആൾക്കാരുടെ കൂടെ വരുന്ന ഡ്രൈവേഴ്സിനൊക്കെ സെറ്റ് ആവാനും നമുക്ക് ഈ റോഡ് കൂടെ വേണമെങ്കിൽ നടന്നിട്ട് പോവാം. പക്ഷെ നമുക്ക് ഇത് കൂടെ കഴിയില്ല. ഓക്കെ. ഇതാണ് ക്യാമ്പ് ഫയറിന്റെ സെറ്റപ്പ്. കുറേ
ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ഇതൊക്കെ എന്ത് ഫ്രെയിമാണെന്നറിയോ, ഇവിടെ ഇരിക്കുക, നമ്മുടെ പല പല ആംഗിൾസ് കാണിക്കുക, അടിപൊളി. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇനി വേറൊരു ഫോട്ടോ പോയിന്റും കൂടി ഉണ്ട് ഇവിടെ, ഈഗിൾസ് പോയിന്റ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ഈഗിൾസ് പോയിന്റ്, കണ്ടോ? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ട് ഒരു 2 മണിക്കൂറായതേ ഉള്ളൂ. കാലാവസ്ഥ കംപ്ലീറ്റ് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല വൃത്തിയിലിതാ കണ്ടോ, ആകാശം കണ്ടോ, മേഘാവൃതമായ ആകാശം. ഒരു വണ്ടി വരുന്നുണ്ട്, ഇതുപോലെ കയറിയിട്ട് വരണം വണ്ടി. So your good name, Madam? Okay, you are from Manipur. Okay. So yeah. So I have a question. Yes. So how many types of rooms are there? Not in this block, the whole Grand Cliff property. We have 6 categories. അപ്പോൾ നമ്മുടെ സ്റ്റേ ഏകദേശം ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാനായി. ഗ്രാൻഡ് ക്ലിഫ് റിസോർട്ട്, ഇത് മാങ്കുളം, നല്ല റിസോർട്ടാണ്, പുതിയ റിസോർട്ടാണ്. ഇവർക്ക് ഒരു 6 ടൈപ്പ് ഓഫ് റൂംസ് ഉണ്ട്. അതിൽ പ്രൈവറ്റ് പൂൾ വില്ലാസ് ഉണ്ട്, നോർമൽ നമ്മുടെ റൂംസ് ഉണ്ട്. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മെയിൻ ബ്ലോക്കിൽ നിങ്ങൾ നോർമൽ റൂംസ് എടുക്കുവാണെങ്കിൽ, അത് കോഹിനൂർ എന്തോ ആണ് ഇതിൻ്റെ പേര്, നോർമൽ റൂംസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ ഇവരുടെ മെയിൻ ബ്ലോക്കിൽ നിങ്ങൾ ഇവരെ വിളിച്ച് പറയണം മെയിൻ ബ്ലോക്കിൽ തന്നെ അലോക്കേറ്റ് ചെയ്ത് തരാൻ. കാരണം അവിടെയാണ് എല്ലാ അമ്യൂണിറ്റീസും ഉള്ളത്. നമ്മളിപ്പോൾ താമസിക്കുന്ന ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 300-400 മീറ്റർ മാറിയിട്ടാണ് ഒരു മല ഇറങ്ങണം. ചെറിയ മല, ഇറക്കിറങ്ങണം. അങ്ങോട്ട് പോകുമ്പോൾ ഒരു കയറ്റം കയറണം. ബഗ്ഗി സർവീസ് ഉണ്ട്, എപ്പോൾ വിളിച്ചാലും ബഗ്ഗി വരും. പക്ഷെ അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂളും റിക്രിയേഷൻ ഏരിയയും സോനയും എല്ലാം അവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ വരുമ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്കത് മാത്രമാണ് ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. വേറെ കാര്യമായിട്ട് ഡ്രോബാക്സ് ഒന്നുമില്ല. ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു. ഫുഡും ബ്രേക്ക്ഫാസ്റ്റും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, നല്ല സ്പ്രെഡായിരുന്നു. പിന്നെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയത്, അത് പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കും, റൂംസ് മൊത്തം ഒക്യുപ്പൈഡ് ആണ്. നമ്മൾ പോയതും ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു പീക്ക് ടൈമാണ്. അപ്പോൾ ഒരു ക്രൗഡ്, ഭയങ്കര ഒരു ക്രൗഡും അത് പ്രോപ്പർലി മാനേജ് ചെയ്യാൻ ഇവർ ബുദ്ധിമുട്ടുന്ന പോലെ എനിക്കൊന്ന് തോന്നി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു ജോറ് ബാർ എപ്പിസോഡുമായിട്ട്, അങ്ങനെയല്ല പറയണ്ടത്, പിന്നെ ഒരു ജോറ് ബാർ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. ചെക്കൗട്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും